പറയാൻ പോകുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് കെമിസ്ട്രി, രസതന്ത്രത്തിന്റെ ഉപയോഗങ്ങൾ. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കെമിസ്ട്രി plays an important and useful role in daily life. രസതന്ത്രം വളരെ പ്രധാനപ്പെട്ടതും ഉപകാരപൂർണവുമായ സ്ഥാനം നിത്യജീവിതത്തിൽ വഹിക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കെമിസ്ട്രി ഇൻ നേച്ചർ, പ്രകൃതിയിലെ രസതന്ത്രം. അവയ്ക്ക് ചില എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും വളർച്ച. ഏറ്റവും അവസാനത്തേത് ഡീകേ, അതായത് നശിക്കൽ. ഇങ്ങനെ കുറെ അധികം ഉദാഹരണങ്ങളുണ്ട്. അടുത്തത് കെമിസ്ട്രി ഹ്യൂമൻ ബോഡി റിയാക്ഷൻസ്. അത് നമുക്ക് നോക്കാം. രസതന്ത്രം മനുഷ്യ ശരീര പ്രവർത്തനങ്ങളിൽ. ഫസ്റ്റ് വൺ, ബ്രീതിങ് പ്രോസസ്, ശ്വാസോച്ഛ്വാസ പ്രക്രിയ. അടുത്തത് പ്രോട്ടീൻ സിന്തസിസ്, അതായത് പ്രോട്ടീൻ പ്രവർത്തനങ്ങൾ. ഹ്യൂമൻ ബോഡി മെറ്റബോളിസം, മനുഷ്യ ശരീര ഉപാപചയ പ്രവർത്തനങ്ങൾ. അടുത്തത് DNA സിന്തസിസ്, DNA പ്രവർത്തനങ്ങൾ. ഏറ്റവും അവസാനത്തേത് ഡയജഷൻ പ്രോസസ്, അതായത് ദഹന പ്രക്രിയ. ഇങ്ങനെ ഇവയൊക്കെയാണ് മനുഷ്യ ശരീര പ്രവർത്തനങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഉദാഹരണങ്ങളായി നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് കെമിസ്ട്രി ഇൻ അവർ ഹോംസ്, രസതന്ത്രം നമ്മുടെ വീടുകളിൽ. കെമിസ്ട്രി യൂസ്ഡ് ഇൻ കിച്ചൺ അറ്റൻസിൽസ്, അടുക്കള ഉപകരണങ്ങൾ. അവയുടെയൊക്കെ നിർമ്മാണത്തിന് ഫുഡ് പ്രൊഡക്ട്സ്, ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ നിർമ്മാണത്തിന്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, കൃത്രിമ മധുരങ്ങളുടെ നിർമ്മാണത്തിന്. അടുത്തത് പ്രിസർവേറ്റീവ്സ്, പ്രിസർവേറ്റീവുകളുടെ നിർമ്മാണത്തിന്. അടുത്തത് ഫെർമെന്റേഷൻ, വാറ്റലുമായി ബന്ധപ്പെട്ട്. ഏറ്റവും അവസാനം ബേക്കിംഗ് പ്രൊഡക്ട്സ്, ബേക്കിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന്. അപ്പൊ ഇവയൊക്കെയാണ് കെമിസ്ട്രി ഇൻ അവർ ഹോംസിനുള്ളിലുള്ള കുറേയധികം ഉദാഹരണങ്ങൾ. ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കെമിസ്ട്രി ഇൻ ഇൻഡസ്ട്രിയൽ ഫീൽഡ്, രസതന്ത്രം വ്യവസായ മേഖലകളിൽ. കെമിസ്ട്രി യൂസ്ഡ് ഇൻ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കുകൾ. പോളിമേഴ്സ്, പോളിമറുകൾ. ഫുഡ്സ്, ഭക്ഷ്യപദാർത്ഥങ്ങൾ. ക്ലോത്തിങ്സ്, വസ്ത്രങ്ങൾ. വുഡൻ പ്രൊഡക്ട്സ്, മര ഉൽപ്പന്നങ്ങൾ. പേപ്പർ പ്രൊഡക്ട്സ്, പേപ്പർ ഉൽപ്പന്നങ്ങൾ. മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ പ്രൊഡക്ട്സ്, ലോഹ അലോഹ ഉൽപ്പന്നങ്ങൾ. ജ്വല്ലറി പ്രൊഡക്ട്സ്, ആഭരണ നിർമ്മാണം. സോപ്സ് ആൻഡ് ക്ലീനേഴ്സ്, സോപ്പും ക്ലീനറുകളും. വെഹിക്കിൾസ് ആൻഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ്, വാഹനങ്ങളും ഗതാഗത മാർഗങ്ങളും. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. കോസ്മെറ്റിക്സ്, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിന് രസതന്ത്രം വ്യവസായ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കെമിസ്ട്രി മെഡിക്കൽ ഫീൽഡ്, രസതന്ത്രം ആരോഗ്യ മേഖലയിൽ. കെമിസ്ട്രി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, ഔഷധ നിർമ്മാണത്തിന്. അടുത്തത് ഡ്രഗ്സ്, മരുന്നുകൾ, അവയൊക്കെ ഉണ്ടാക്കാൻ. മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ആരോഗ്യ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന്. ഹൈജീൻ, ശുചിത്വത്തിനെല്ലാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവയൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ രസതന്ത്രത്തിന്റെ പങ്ക്. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കെമിസ്ട്രി ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്, രസതന്ത്ര കൃഷി മേഖലകളിൽ. കെമിസ്ട്രി യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെയൊക്കെ നിർമ്മാണത്തിന്. വെറ്റിനറി ഫീൽഡ്, മൃഗ പരിപാലനത്തിന്. അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ്, കൃഷി സാമഗ്രികൾ, അവയുടെയൊക്കെ നിർമ്മാണത്തിന്. ബയോടെക്നോളജി, ബയോടെക്നോളജിയില് റിസർച്ച്, ഗവേഷണങ്ങളിൽ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കൃഷി മേഖലയുമായി കെമിസ്ട്രിക്ക് വളരെയധികം പങ്കുണ്ട്. ഇനി ഏറ്റവും അവസാനത്തേത് കെമിസ്ട്രി സയൻസ് ആൻഡ് ടെക്നോളജി, രസതന്ത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ. അതിന് കുറേയധികം ഉദാഹരണങ്ങളാണ് താഴെ എഴുതിയിരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. റിസർച്ച് ആൻഡ് എക്സ്പ്ലോറേഷൻ, ഗവേഷണവും കണ്ടുപിടിക്കലുകളും. ഫോറൻസിക്, കുറ്റാന്വേഷണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, അതല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി. സ്പേസ് ആൻഡ് സാറ്റലൈറ്റ്സ്, ബഹിരാകാശവും ഉപഗ്രഹങ്ങളും. സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ എയ്ഡ്സ്, ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങൾ. ഗ്രീൻ കെമിസ്ട്രി, സുസ്ഥിര രസതന്ത്രം. വെപ്പൺസ്, യുദ്ധോപകരണങ്ങൾ. വാർസ്, യുദ്ധങ്ങളിൽ. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ രസതന്ത്രത്തിന് സ്വാധീനമുണ്ട്.